അപ്പോഴത്തേക്കൊരു ബ്ലാക്ക് ടീ. ഞങ്ങൾ നാട് കാസർഗോഡ്. എനിക്കെന്താ നമ്മളുടെ മൂന്നാളുടെയും എത്രയോ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം ലാസ്റ്റ് സക്സസ് ആയ ഒരു സ്റ്റേക്കേഷൻ ആണ് കേട്ടോ ഇത്. ഇവർ ഇതുവരെ കോഴിക്കോട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്കാന്ന് വെച്ചു. നിഷി കാസർഗോഡും എലി എറണാകുളത്തും ആണ്. നമ്മൾ എറണാകുളത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ടാട്ടോ പരിചയപ്പെടുന്നത്. നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് മാറി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേക്കേഷൻ മസ്റ്റ് ആണെന്ന് തോന്നി. ഇവരെ കൊണ്ട് കുറച്ച് മെയിൻ ഫുഡ് സ്പോട്ട്സിൽ നിന്ന് ഫുഡ് കഴിപ്പിക്കണം. പിന്നെ ഇവർക്ക് SM സ്ട്രീറ്റിൽ നിന്ന് ഷോപ്പിങ്ങും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ലാസ്റ്റ് പോയ സ്ഥലത്ത് നിന്ന് ഇവിടെ എന്താ സാധനം എൻ്റെ 500 റുപ്പീസിന്റെ നൈറ്റ് ഡ്രസ് അത് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? നമ്മൾ കയറി എത്ര ഷോപ്പിലാണ് കയറി, അവിടെ ഒക്കെ കയറി ഇറങ്ങേണ്ടി വന്നേനെ. നമ്മൾ ഫസ്റ്റ് വയനാടായിരുന്നു റിസോർട്ട്സ് ഒക്കെ നോക്കിക്കൊണ്ട് നിന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് അല്ലേ, അതുകൊണ്ട് കോഴിക്കോട് ബീച്ച് സൈഡ് എവിടെയെങ്കിലും ആക്കാന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മൾ റെനായിലേക്ക് എത്തുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പം കുറച്ച് അധികം ഡിലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട് കാസർഗോഡ്. നമ്മളിപ്പം റൂം ടൂർ ചെയ്യാൻ പോവാണ്. നമ്മളൊക്കെ പട്ടിക്കോലത്തിലാണ്, ഇനി നല്ല കോലത്തിലേക്ക് ആവാൻ പോവാണ്. സോ യെസ്, നമുക്ക് റൂം ടൂർ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഈശ്വര, അതടച്ചോ. സോ നമുക്ക് ബെഡ് 2 ബെഡായിട്ടാണ് ഉള്ളത്, സിംഗിൾ ബെഡ് അല്ല. ഓ മൈ ഗോഡ്, ഇപ്പോഴാണ് കേട്ടോ നമുക്ക് AC ശരിയാക്കി തന്നത്. നല്ല ഡിലേ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല വ്യൂ ഉള്ള റൂമാണ്. ബാൽക്കണി ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇത് കുറച്ച് പഴയ സെറ്റപ്പാണ് തോന്നുന്നത്. വിചാരിച്ച മാതിരിയൊന്നും നടക്കുന്നില്ല. മേ ബി ബീച്ചിന്റെ സൈഡിലായോണ്ട് ഇങ്ങനെ ഉപ്പ് കാറ്റ് അതുകൊണ്ടൊക്കെ ജാം ആയതായിരിക്കും അല്ലേ? ക്യാമറയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ജാറാനോ? മഴയോ? അത് ബീച്ചിന്റെ കാറ്റല്ലേ. ഇനി ഇവിടെ നമുക്ക് കെറ്റിലുണ്ട്, വെള്ളമുണ്ട്, ആൻഡ് കുറച്ച് ഉണ്ടാക്കാനുള്ള സാധനം. ആൻഡ് ഇതൊരു മിനി ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ എന്താ നോക്കി നോക്ക്. കുന്തുണ്ടാവില്ലേ? അവര് പറഞ്ഞ് നമുക്ക് കണ്ണാടി നോക്കാം. ആൻഡ് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. തുറക്കൂ. ഇതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ ഇതിങ്ങനെ അടിച്ചാലും ആൻഡ് ഇവിടെ ഓൾസോ നമുക്ക് ഒരു വലിയ മിറർ ഉണ്ട്, വാഷ് ഉണ്ട്, ആൻഡ് എല്ലാവർക്കും വേണ്ട ടോയ്ലറ്ററീസ് ഒക്കെ ഉണ്ട്. ഡെന്റൽ കിറ്റ് 3 ഉണ്ട്, പിന്നെ ഷേവിംഗ് കിറ്റ് ഉണ്ട്, ആൻഡ് സോപ്പ്, മോയ്സ്ചറൈസർ ഒക്കെ ഉണ്ട്. മോയ്സ്ചറൈസർ ഉണ്ട്, ഷാംപൂ, സോപ്പ്, ടിഷ്യൂ എല്ലാം ഉണ്ട്. ആൻഡ് ഇതാണ് വാഷ്റൂം. ഇതാണ് കേട്ടോ നമ്മള് കുറച്ച് പഴയ റിസോർട്ടാ അല്ലേ? നോർമൽ ഹോട്ടൽ റൂംസിന്റെ ഒക്കെ റേറ്റ്. സോ എല്ലാം ഓക്കെ. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ?
ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് എന്താ? ബിരിയാണി. ബിരിയാണി. സിബി മലയിൽ വേണ്ടില്ല. 4 o'clock എന്നുള്ള റെസ്റ്റോറന്റ് നിന്നാണ് നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തത്, വിച്ച് വാസ് ആക്ച്വലി ഗുഡ്. പിന്നെ ഇവർക്ക് എന്റെ കൈപുണ്യം എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു കട്ടൻ ചായ എല്ലാം ഇട്ട് കൊടുത്തു. അവര് നല്ല ടയേർഡ് ആയിരുന്നു ട്രാവലൊക്കെ ചെയ്തേന്റെ. പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. താങ്ക് യു മമ്മി. പെപ്സിയാ. ടിഷ്യൂ കുടിക്കോ? പഞ്ചസാര ഇല്ല. കുടിച്ചു. ചായ ഒക്കെ കുടിച്ച് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോണമെന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ഈവനിങ് ബീച്ചിലോട്ട് പോവാഞ്ഞത് ഭാഗ്യം. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് ബീച്ചിൽ പോവാ. നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങായിരുന്നു. ഇതെന്താ പേരക്കാണോ? ഇത് മതി. എന്താ സാധനം? ഓ ചോച്ചോ. മനസ്സിലായി. അല്ല റെസ്റ്റോറന്റ് ഇറങ്ങിയില്ല. റെസ്റ്റോറന്റിലല്ലോ. എന്നാ നീ ടേസ്റ്റ് നോക്ക്. ഇവിടെ ഭയങ്കര ആളൊഴിഞ്ഞ സ്ഥലല്ലേ, ഭയങ്കര ഇരുട്ടാണ്. സോ നമ്മൾ എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു? ഇനി നമുക്ക് പൂളിശാല പോവാം. പൂളിശാല പോവാം. നമുക്ക് തീരെ ടൈമില്ല. ഓടാം. എക്സൈറ്റഡ് ആണോ? തന്നെ ചെറുതായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് പൂളിലൊക്കെ ടൈം ഉള്ളോണ്ട് നമുക്ക് അങ്ങ് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേന്ന്. ബീച്ചിൽ പോയി അപ്പൊ തന്നെ വന്ന് പിന്നെ പൂളിലും പോയി. ഡിന്നർ നമ്മൾ സൂഫി മന്തി എന്നാണ് മേടിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇവരെ കൊണ്ട് ഫുഡെല്ലാം ട്രൈ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. ഇനി നാളെ ഏർലി മോർണിംഗ് എണീറ്റ് ബീച്ചിൽ പോവാനൊക്കെയാണ് പ്ലാന്. അതിലാണ് നമ്മളെ പ്രതീക്ഷയും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാപ്പാട് മെയിൻ ബീച്ച് ഏരിയയിലോട്ട് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റിസോർട്ടിന്റെ ഏരിയയിൽ തന്നെ നിന്നത്. ഏർലി മോർണിംഗ് തന്നെ നമ്മൾ എണീറ്റുകൊണ്ട് വി ഫെൽറ്റ് ലൈക്ക് കുറെ ടൈം ഉള്ളത് പോലെ. ആൻഡ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് വി മേഡ് ഗുഡ് മെമ്മറീസ് ദെയർ. നമുക്ക് കല്ലുമ്മക്കായ കാണിച്ചതാ. അത് നമ്മൾ പാറയിന്ന് പറക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എല്ലാവരും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളതാ. അതിന്റെ ഇടയ്ക്ക് ഫോട്ടോ ബോംബിങ്. എലിസബത്ത് വേറൊരാള് സെൽഫി. അവർ ഇനി ഈ ബോട്ട് ഇടാൻ പോയതാ. ഞാൻ തരാം. ആ കോല് വരുമ്പോ എടുക്കണേ. ചായ പഴമ്പൂർ 2 രൂപ 3 ഹലോ മറ്റേ ഇതില്ലേ മറ്റേ കായപ്പം
ഈ ഒരു മോർണിംഗ് വാസ് ആക്ച്വലി വെരി ഗുഡ്. വെദർ വാസ് ഓൾസോ ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവുള്ളൂ. ഇനി നമ്മളൊക്കെ എപ്പോഴാ ഇങ്ങനെ ഒരുമിച്ച് പോവുക എന്നോ കാണുക എന്നൊന്നും അറിയില്ല. നിഷീന്റെ കല്യാണമൊക്കെ ആവാനായി. പിന്നെ ഞാൻ സ്റ്റഡീസ് എന്നും പറഞ്ഞു പോവാ. സോ എല്ലാരും ഇനി എപ്പോഴാ അവൈലബിൾ ആവാന്ന് പോലും അറിയില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണിത്. നമ്മൾ മൂന്നാളും എങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന് നമുക്ക് പോലും അറിയില്ല. എവറിത്തിങ് ജസ്റ്റ് ഹാപ്പൻഡ്. നമുക്കില്ലേ അങ്ങ് അറ്റൊന്ന് പോയിട്ട് വരാം. നല്ല വിഷമമുണ്ടല്ലേ എലി? സൂപ്പർ. ഇന്ന് രാവിലെ നല്ല അടിപൊളി. തലവേനൊക്കെ പോയല്ലോ. ഇവർക്ക് ഭയങ്കര ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു. എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വന്നില്ലേ. ഇപ്പൊ ടൈമിന്റെ ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. വെയില്, ട്രെയിൻ യാത്ര, അതന്നെ AC-ലായോണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി. ഇന്നത്തെ ഒരു കുറച്ച് നല്ലൊരു ബൈ ബൈ റെനായി. ഇല്ല മാന്തോ ഇല്ല, ഇങ്ങനെ വെക്കോളൂ, നെഗല്ല. ഓൾസോ ഇവിടെ ഇല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് പോവാൻ നേരത്താണ് നമ്മളത് കണ്ടത്. സോ ആരെങ്കിലും ഇവിടേക്ക് പോവാണെങ്കിൽ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. വിശ്വനെ കാണിച്ചു കൊടുക്കും. ചേട്ടനെ ചേട്ടാ അല്ല ഞാനാ ഉണ്ടാക്കിയ, അമ്മയല്ല കേട്ടോ ഉണ്ടാക്കിയ. അയ്യോ മറ്റേ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് കഴിക്കണോ? നമ്മള് വീട്ടില് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഇനി കുറച്ചുകൂടെ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ റഹ്മത്ത് നിന്ന് തന്നെ ലഞ്ച് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ട്രെയിൻ ടൈമിന്റെ മുന്നേ ഇതൊക്കെ കൂടി ഒന്ന് ചെയ്തു തീർക്കണം. മതി, ഇന്ന് നിന്റെ വരുത്തോ. ഞാനും എലിയും ബീഫ് റോസ്റ്റും നിഷി സീബിയും ആണ് പറഞ്ഞത്. നിഷി പറയുന്നത് അവൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഇതാണെന്നാ. നമ്മൾ ഫുഡെല്ലാം പതുക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക്
അവരുടെ ട്രെയിനിന്റെ ടൈം ആയിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായോണ്ട് സീനില്ലായിരുന്നു. ഈ ഒരു 2 days വാസ് ആക്ച്വലി വെരി മെമ്മറബിൾ. നമ്മൾ വൻ പ്ലാനിങ് ഒക്കെ ആയിരുന്നു, ബട്ട് എല്ലാം വേറെ രീതിക്കാണ് നടന്നത്. ബട്ട് എവറിത്തിങ് അബൌട്ട് ദിസ് ട്രിപ്പ് വാസ് സോ ഗുഡ് ആൻഡ് മെമ്മറബിൾ.